ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ എൻ കിന്നര വീണയിലീണം മീട്ടാൻ വന്നണയോ വേഗം ഉന്മാദതായി നിൻ നീലക്കണ്ണാൽ നിൻ സങ്കൽപ്പത്തിൻ തങ്കക്കോവിൽ തള്ളിത്തുറന്നു. നൈസ്. നിങ്ങൾ മാത്രമേ പറയുള്ളൂ നൈസ് എന്ന്. ചേട്ടാ ഞാൻ എത്ര ദിവസം കഷ്ടപ്പെട്ട് വന്നപ്പോ തൊട്ട് നൈസ് സാരി, നൈസ് പാട്ട് എല്ലാം നീ വന്നപ്പോ തൊട്ട് അത് ഞാൻ ഒന്നും പറഞ്ഞില്ല. നമുക്ക് ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോ പ്രഷർ ആവും എല്ലാവർക്കും. അപ്പൊ നമ്മൾ അത് ചെയ്ത് നമുക്ക് ചോദ്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടാൻ. അതുകൊണ്ട് നൈസ് നൈസ് അല്ല, പ്രഷറുള്ള കൊച്ചാണ് ഇപ്പൊ പാടിയത്. പക്ഷെ അത് ഇത്രയും പാട്ട് ഒരു കാര്യകാരണങ്ങളും ഇല്ലാതെ നമ്മളെയൊക്കെ വിളിച്ചിരുത്തി തന്നെ ഒരു പാട്ടൊക്കെ പാടിയ ആള്. അവർക്ക് പ്രഷർ ആയിക്കോട്ടെ. ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. എന്റെ അടുത്ത് മഞ്ജു ചേച്ചി പറഞ്ഞു ഇൻട്രോ പറയണ്ട, ധ്യാൻ ചേട്ടാന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇൻട്രോക്ക് പകരം വ്യത്യസ്തമായിട്ട് പിടിച്ചതാ. മെഹറെ, പക്ഷെ നിന്റെ പാട്ട് ഇവിടെ ആസ്വദിക്കുന്ന ഒരാളേ ഉള്ളൂ, അത് ഇദ്ദേഹമാണ്. പാടിക്കോ. ഇനി അതിന്റെ അസോസിയേറ്റ് ആണോ? ഈ പാട്ട് എന്തിനാ പാടിയെന്ന് പറയൂ. അല്ല, എന്റെ അതാണ് അത് നമ്മള് അത് കഴിഞ്ഞിട്ട് അപ്പം മുന്നോട്ട് പോവാ. ചേട്ടാ സത്യം പറഞ്ഞ എന്റെ ഷോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാട്ട് പാടി തുടങ്ങാന്നാണ്. നിലവില് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കേസേ മലയാള സിനിമയിലുള്ളൂ. അത് ഈ നമ്മുടെ ഹരികൃഷ്ണൻസിലെ പാട്ടിന്റെ ഇടയിൽ ചാക്കോച്ചന്റെ ശബ്ദം പോയത് എന്തിനാന്നുള്ളതാണ്. കാരണം പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നു. അതിന് അങ്ങനെ ഒരു മെഡിക്കൽ എവിഡൻസ് ഇല്ല. അത് മുകേഷ് ചേട്ടനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഒരു അന്വേഷണം CBI. പിന്നെ ഇന്ന് താൻ എന്തിനാ പാടിയത്? ഒന്ന് ശബ്ദം പോയത്, ഒന്ന് പാടിയത്. ഞാനാണെങ്കിൽ ഇൻട്രോക്ക് പകരം വ്യത്യസ്തമായിട്ട് പാട്ട് പാടി തുടങ്ങാന്ന് വിചാരിച്ച് പാടിയതാണ്. അത് ഇൻട്രോയ്ക്ക് പകരമാണ് പാട്ട്. അതിന് ഇന്റർവ്യൂവിന് പകരം 6 പാട്ടും കൂടെ പാടിയിട്ട് പോകരുത്. കാരണം ഞങ്ങള് അതിന് ഉത്തരം പറയാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അതായിരുന്നു ഞങ്ങളുടെ ഇന്റർവ്യൂ. അതിന് പകരം എന്നും പറഞ്ഞൊരു 9 പാട്ടിരുന്ന് പാടിയാൽ നമ്മൾ കേൾക്കുമെന്ന് വിചാരിക്കരുത്. ഇനി ജന്മത്തില് പാട്ട് ഇവര് രണ്ടാളും കാരണം ഞാൻ ഏറി കയറിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും കാരണം നമ്മളെ കണ്ടിട്ടുണ്ടോ? ചേട്ടന് പാർട്ട്നേഴ്സിന്റെ പ്രസ് മീറ്റ് ഓർമ്മയുണ്ടോ? സൈഡിൽ വന്നിട്ട് മറ്റേ ചോദ്യം ചോദിച്ചു. അതെന്താന്നറിയോ ചേട്ടാ, എനിക്ക് ആ സമയത്ത് ബുദ്ധി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവരൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു നമ്മളെ കഴിഞ്ഞിട്ട് ഒരാഴ്ച 2 ആഴ്ച 1 മാസത്തിലായിട്ടാണ് പെട്ടെന്ന് ബുദ്ധി വന്നത്. അല്ലല്ല 2 മാസമായില്ലേ? അല്ല, ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് ബുദ്ധി. 2 കേന്ദ്ര ബഡ്ജറ്റിലും കേരള ബഡ്ജറ്റിലും ഇത് ഉൾപ്പെടുത്തി ഇതിനുവേണ്ടി പ്രത്യേക പാക്കേജ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവർ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പൊ കിട്ടില്ല. എന്റെ അടുത്ത് ഇവരൊക്കെ എന്നെ പറഞ്ഞ് മോട്ടറാക്കി നമ്മുടെ ചാനലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കണാണ്, ചോദിക്കണം, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പൊ ഇവരാണ് പറഞ്ഞു തന്നത് ആ ചോദ്യം ചോദിക്കാൻ. അപ്പൊ എനിക്ക് അല്ലാണ്ട് പിന്നെ എനിക്ക് ബുദ്ധി വന്നപ്പോ എനിക്ക് മനസ്സിലായി. എങ്ങനെ പെട്ടെന്ന് ഒരു മിനിറ്റ് സംശയമാണ്, ഈ 2 മാസത്തിൽ എങ്ങനെ ബുദ്ധി വെക്കാനുള്ള എന്തെങ്കിലും വ്യായാമമോ അല്ലെങ്കിൽ? ചേട്ടാ എന്നിങ്ങനെ മോട്ടറാക്കി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പെട്ടെന്ന്. നിങ്ങൾ ഈ ബുദ്ധി വെച്ച അവസ്ഥയിലല്ലേ ഇപ്പൊ പാട്ട് പാടിയത്? ശരി, എന്റെ അടുത്ത് എപ്പോഴാണ് നിങ്ങൾ എയറിലായത്? നമ്മളെപ്പോഴും സൈലത്തിന്റെ പരിപാടി ഇല്ലായിരുന്നു. അപ്പം ചേട്ടൻ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ നിന്നപ്പം 2 പേര് കേറി വന്നില്ലേ? അപ്പൊ ചേട്ടൻ ഇങ്ങനെ മിറിണ്ട ബോട്ടിൽ എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിയുടെ ഇപ്പുറത്തുന്ന കുട്ടിയാണ് ഞാൻ. ഇനി നിങ്ങൾക്ക് ചെറിയൊരു കാര്യം പറയാം. നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിയ ഒരു രാജമൗലി ഇടിരിപ്പുണ്ട്. നർമ്മവും ഉദ്യോഗവും കൂട്ടിയിണക്കി നവാഗതനായ വിനയ് ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആപ് കൈസേ ഹോ. അജൂസ് എബൌ വേൾഡ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മാനുവൽ ക്രൂസ്, ഡാർവിൻ അംജിത് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. മികച്ച വിജയം നേടിയ ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിന് ശേഷം ധ്യാൻ ശ്രീനിവാസൻ തിരക്കഥ രചിക്കുന്ന ചിത്രമെന്ന നിലയിലും ഈ ചിത്രത്തിന്റെ പ്രാധാന്യം ഏറെ വലുതാണ്. ഒരു സംഘം ചെറുപ്പക്കാരുടെ സൗഹൃദത്തിന്റെ തികഞ്ഞ നർമ്മ മുഹൂർത്തങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് ഒരു വിവാഹത്തലേന്ന് നടക്കുന്ന ആഘോഷവും അതിനിടയിൽ അരങ്ങേറുന്ന സംഭവങ്ങളുമാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ സംഭവങ്ങൾ പൂർണ്ണമായും തികഞ്ഞ നർമ്മ മുഹൂർത്തങ്ങളിലൂടെയും ഒപ്പം ത്രില്ലറായും അവതരിപ്പിക്കുന്നു.